ഗൈസ് S26 Ultra ഇതിനകത്ത് ഞാൻ റാൻഡമായിട്ട് 1-2 ഫൂട്ടേജസ് വീഡിയോ ലോഗിൽ ഷൂട്ട് ചെയ്ത് എന്നിട്ടൊന്ന് കളർ ചെയ്ത് നോക്കി. എൻ്റെ അമ്മ രക്ഷയില്ല, ഗംഭീരമായിട്ട് കളർ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ, അടിപൊളി. ഞാൻ ചുമ്മാ എൻ്റെ 1-2 ലട്ടുകൾ ഇട്ടിട്ടാണ്, ഞാൻ അങ്ങനെ പ്രോപ്പറായിട്ട് ഗ്രേഡ് ചെയ്തൊന്നുമില്ല. നന്നായിട്ട് ഗ്രേഡ് അറിയാവുന്നവരെ കിട്ടിയാൽ ഇതിനേക്കാളും കിടിലമാക്കി ചെയ്യാൻ പറ്റും. ഞാൻ ചുമ്മാ വന്നിട്ട് ലട്ട് മാത്രം ഇട്ട് നോക്കിയതാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചുമ്മാ നിങ്ങൾ കണ്ടു നോക്കും, ഒരു രക്ഷയില്ല, അടിപൊളി. ഇൻഡോറിലും ഔട്ട്ഡോറിലും വെച്ച് ഷൂട്ട് ചെയ്തിട്ട് ഞാനിങ്ങനെ ലട്ടിട്ട് നോക്കി. ഞാനങ്ങനെ സെറ്റിംഗ്സ് ഒന്നും മാറ്റിയൊന്നുമില്ല, എല്ലാം ബേസിക് സെറ്റിംഗ്സിനകത്ത് ഇട്ട് ലോഗോ ഓൺ ആക്കി ലോഗോ ആക്റ്റീവ് ആക്കി എടുത്തുവെന്നേ ഉള്ളൂ, അല്ലാതെ ഞാൻ യാതൊരു സെറ്റിംഗ്സും മാറ്റിയിട്ടില്ല. പ്രൊഫഷണലി ഒക്കെ നന്നായിട്ട് പണി അറിയാവുന്നവന്മാരിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഷൂട്ട് ചെയ്ത് സൂപ്പറായിട്ട് കളർ ഗ്രേഡ് ചെയ്ത് ഔട്ട് ഇറക്കാൻ പറ്റും. അപ്പൊ പിന്നെ ഇനി സംശയം വരാൻ സാധ്യതയുള്ളൊരു സംഭവമാണ്, ഐഫോൺ 17 പ്രോയിൽ ലോഗിൽ ഷൂട്ട് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ S26 അൾട്രയിൽ ഷൂട്ട് ചെയ്യുന്നതാണോ നല്ലത്. ആക്ച്വലി ഈ ലോഗിൽ ഷൂട്ട് ചെയ്യുന്നത് ഒരു വേറെ ലീഗാണ്. അത് നമ്മൾ നോർമലി ക്യാമറ ഓപ്പൺ ചെയ്ത് വീഡിയോ എടുക്കുന്നതുമായിട്ട് ഈ ലോഗിൽ ഷൂട്ട് ചെയ്യുന്നത് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അത് ആക്ച്വലി ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള, അല്ലെന്നുണ്ടെങ്കിൽ അത്രത്തോളം അതിനകത്ത് പരിപാടികൾ അറിയാവുന്ന ആൾക്കാർ ചെയ്യുന്ന പരിപാടിയാണ് ഈ ലോഗിനകത്ത്. അത് ചിലപ്പോൾ ഏതിനകത്ത് എടുത്താലും നല്ല രീതിയിൽ എല്ലാവർക്കും എഡിറ്റ് ചെയ്ത് കളർ ഗ്രേഡ് ചെയ്തൊക്കെ സംഭവം പുറത്തിറക്കാൻ പറ്റും. ഈ ലോഗിൽ ഷൂട്ട് ചെയ്യലൊക്കെ ഡെയിലി ലൈഫിൽ എല്ലാവർക്കും അത്രത്തോളം പ്രാക്ടിക്കൽ ഒന്നും അല്ല. എന്നിരുന്നാൽ പോലും പ്രൊഫഷണലായിട്ട് ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. നല്ല രീതിയിൽ ലോഗ് ഔട്ട് ചെയ്യാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് യൂസ് ചെയ്ത് അതിനകത്ത് ഷൂട്ട് ചെയ്ത് ഫയൽ കോപ്പി ചെയ്യാനും ഒക്കെ ഇതിനകത്ത് പറ്റും എന്നുള്ളത് കൊണ്ട് ഒരു നല്ല അവസരമാണ്.